ഞങ്ങൾ തന്നെ കോർപ്പറേഷൻ്റെ ഫണ്ട് മുടക്കി തന്നെ ചെയ്യുന്നുണ്ട്. മൈനർ ഇറിഗേഷൻ്റെയും മേജർ ഇറിഗേഷൻ്റെയും PWD ഒക്കെ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാറുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് എല്ലാ 100 വാർഡിലും എല്ലാ ഓടകളും നമ്മൾ ശുചീകരിക്കാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മേയറും ബഹുമാനപ്പെട്ട മേയറും ബഹുമാനപ്പെട്ട ഹെൽത്ത് ചെയർമാനും എല്ലാം ഇവിടെ വെള്ളക്കെട്ട് ഈ മാലിന്യം ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ വെള്ളം കുറേ കൂടെ സ്മൂത്തായിട്ട് ഒഴുകി പോകുമെന്നാണ് എഞ്ചിനീയർമാരുടെയൊക്കെ തന്നെ വിലയിരുത്തൽ. അത് മാറിയാൽ ഒഴുക്കുണ്ടെങ്കിലും വണ്ടി വീഡിയോ പിന്നെ അതിൽ കൂടെ എന്നാലും അതത്രയും ഒന്നും താഴെ ഇറക്കിയാലും മഴക്കാല പൂർവ്വ ശുചീകരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വിശദമായിട്ടുള്ള മീറ്റിങ്ങുകളും ചർച്ചകളും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച ഞങ്ങൾ തമ്പാനൂർ പഴവങ്ങാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച് എവിടെയൊക്കെയാണ് എഞ്ചിനീയർമാർ ഉൾപ്പെടുന്ന സംഘം സന്ദർശിച്ച് എവിടെയൊക്കെയാണ് അടിയന്തരമായിട്ട് ഇടപെടേണ്ടതെന്ന് സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തമ്പാനൂരാണ് നമ്മൾ നിൽക്കുന്നത്, റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത്. തമ്പാനൂർ വാർഡ് കൗൺസിലർ ശ്രീ ഹരികുമാറാണ് എന്നോടൊപ്പം ഉള്ളത്. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MR ഗോപൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കോർപ്പറേഷൻ എല്ലാ സ്പോട്ടുകളിലും യാത്ര ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് ഞങ്ങൾ തന്നെ കോർപ്പറേഷൻ്റെ ഫണ്ട് മുടക്കി തന്നെ ചെയ്യുന്നുണ്ട്. മൈനർ ഇറിഗേഷൻ്റെയും മേജർ ഇറിഗേഷൻ്റെയും PWD ഒക്കെ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാറുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഒക്കെ നിലനിൽക്കൊണ്ട് അവർക്ക് പരിമിതി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അത് നേരത്തെ തന്നെ കൗൺസിൽ കാര്യങ്ങളൊക്കെ പാസ്സാക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് ആ ബുദ്ധിമുട്ടില്ല. കോർപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ മഴയ്ക്ക് വളരെ മുൻപ് ചെയ്ത് ജനങ്ങളുടെ ദുരിതത്തിന് പരമാവധി ഒരു ശമനം ഉണ്ടാക്കണമെന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അത് ഇപ്പോൾ മഴയ്ക്ക് മുമ്പ് ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ശാശ്വത പരിഹാരം ഞങ്ങൾ കണ്ടെത്തും. അതിനുവേണ്ടിയുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഡ്രെയിനേജുകൾ തുറന്നുവിടുന്ന അവസാനിപ്പിക്കണം, ശുദ്ധീകരിക്കണം, അങ്ങനെയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എപ്പോഴും തിരുവനന്തപുരം മഴക്കാലം വരുന്ന സമയത്ത് ഈ തമ്പാനൂർ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുണ്ടാകുന്നത്. അതിന് പ്രധാന കാരണത്തിലൊന്ന് ഇതും കൂടെയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ മാലിന്യം ഒഴുക്കുന്നത് ഈ മാലിന്യം ഒഴുക്കുന്ന ഇവിടെ വെള്ളക്കെട്ട് ഈ മാലിന്യം ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ
വെള്ളം കുറേ കൂടെ സ്മൂത്തായിട്ട് ഒഴുകി പോകുമെന്നാണ് എഞ്ചിനീയർമാരുടെയൊക്കെ തന്നെ വിലയിരുത്തൽ. ഇനി ഇത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. രാജാജി നഗറിൻ്റെ ആ ഭാഗത്ത് ഞങ്ങൾ പോകുന്നുണ്ട്. പിന്നെ താഴെ അതായത് ആ തകരപ്പറമ്പിൻ്റെ ഭാഗത്ത് വരുന്ന ഇതെല്ലാം മാറ്റുമ്പോഴേക്കും ആമേഴഞ്ചാൻ തോടിന് ഒരുവിധം സുഖമായി ഒഴുകാൻ സാധിക്കും. അപ്പോൾ പരമാവധി വെള്ളക്കെട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പൂർണ്ണമായിട്ടും മാറാൻ വേണ്ടി വേറെ ചില കാര്യങ്ങളോട് ചെയ്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയബന്ധിതമായിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കോർപ്പറേഷന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആർക്കും വേണ്ടി കാത്തു നിൽക്കാതെ കോർപ്പറേഷൻ അതിൻ്റെ ഫണ്ട് മുടക്കിക്കൊണ്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് റെയിൽവേയുടെ സ്ഥലത്താണ്. റെയിൽവേയുടെ സ്ഥലത്തുള്ള മാലിന്യമാണ് കോർപ്പറേഷൻ്റെ ചിലവ് കോർപ്പറേഷൻ മാറ്റുന്നത്. അപ്പോൾ വെള്ളക്കെട്ടുണ്ടായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ കോർപ്പറേഷൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അത് ഞങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു തുടക്കമാണ് ഇവിടെ. അതെ, ഇന്ന് രാത്രി മുഴുവനും ഇപ്പോൾ വനിതകൾ ഉൾപ്പെടുന്ന എച്ച്ഐമാരും ജെഎച്ച്ഐമാരും ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഇന്ന് രാത്രി ചെയ്യും. ഇനി അടുത്ത ദിവസങ്ങളിൽ പഴവങ്ങാടിയിൽ ആരംഭിക്കും. ഇപ്പോൾ എം.ആർ. ഗോവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കോർപ്പറേഷൻ്റെ എല്ലാ ഭാഗങ്ങളിലും യാത്ര ചെയ്ത് ഈ സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അതാ സ്ഥലത്തുള്ള എച്ച്ഐമാർ നേതൃത്വം കൊടുക്കുന്ന സംഘം ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. രാവിലെ ബേക്കിംഗ് പൗഡർ വളരെ കൂടുതൽ അത്രയും കഴിഞ്ഞിട്ട് വെളുപ്പിന് ഇപ്പോൾ വെള്ളം തുറന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കൂടി തുടങ്ങി 5 നമ്മൾ ആദ്യത്തെ രാത്രി വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ട് പോകും. എല്ലാ ദിവസവും 3-4 സ്റ്റാക്കാണ് അല്ലേ? എല്ലാ ദിവസവും 3. അതെന്താണ് എങ്ങനെ അടുത്ത് ക്യാമറ അവിടെ ക്യാമറ പാലല്ലേ എല്ലാ ദിവസവും 3-4 റോഡ് പോകുന്നവർ കുറേ നേരം അവിടെ ഒരുപാട് മാറുന്ന അപ്പം വണ്ടി കിടക്കുന്ന കാണുമ്പോൾ ആൾക്കാരവിടെ കഴിഞ്ഞ റെസ്റ്റാണ് അവിടെ റൂമൊക്കെ ചെറിയ 1-2 കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കിട്ടാറ് ഞാൻ മെട്ടേ അങ്ങോട്ട് പോയി ഞാൻ മെട്ടേ പോയിട്ട് അവിടെ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മുഖ്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും നടത്തി വരുന്നതാണ്. അതിൻ്റെ പ്രവർത്തനത്തിൻ്റേതായിട്ടാണ് ഈ വർഷവും മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ആമേഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്ന പ്രവർത്തനം ഇന്ന് മേയർ ഉദ്ഘാടനം ചെയ്തത്. അപ്പം ഇതിൽ നിന്നുള്ള മാലിന്യങ്ങൾ ടിപ്പറിൽ മാറ്റുകയാണ് ചെയ്യുന്നത്. രാത്രിയിൽ ഒരു 1 മണി വരെയും കാണും. പിന്നെ രാവിലെ പിന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇനി അങ്ങോട്ട് എല്ലാ 100 വാർഡിലും എല്ലാ ഓടകളും നമ്മൾ ശുചീകരിക്കാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട മേയറും ബഹുമാനപ്പെട്ട ഹെൽത്ത് ചെയർമാനും എല്ലാം എല്ലാ വാർഡുകളിലും വിസിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്നിട്ട് എല്ലാ ഓടകളും PWD ആയാലും ബാക്കിയുള്ള കോർപ്പറേഷൻ്റെ ആയാലും എല്ലാ ഓടകളിലും വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങളെല്ലാം പരിശോധിച്ച് ഇപ്പോൾ വരികയാണ്. എന്നിട്ട് അത് വൃത്തിയാക്കാനുള്ള പരിപാടികൾ. പലയിടത്തും മാലിന്യം വലിച്ചെറിയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഇപ്പം ശക്തമായ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ഉണ്ട്. പകലും 3 സ്ക്വാഡുണ്ട്, രാത്രിയിലും 3 സ്ക്വാഡുണ്ട്. 3 സ്ക്വാഡ് കാര്യക്ഷമമായിട്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിൽ
വേസ്റ്റ് ഇടുന്നവരെയൊക്കെ നമ്മൾ പിടിക്കുന്നതുമുണ്ട്. മേഴഞ്ച സ്കൂൾ സ്ക്വാഡ് പ്രത്യേകമുണ്ട്, എയർപോർട്ട് സ്ക്വാഡ് പ്രത്യേകമുണ്ട്, നൈറ്റ് സ്ക്വാഡ് പ്രത്യേകമുണ്ട്. മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ഈ പരിപാടിയൊക്കെ കഴിയും. മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വൃത്തിയാക്കി വെള്ളക്കെട്ടെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ പ്രവർത്തനം നേരിട്ട് തന്നെ ആരംഭിക്കുന്നത്. മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് നേരത്തെ ഇപ്രാവശ്യം കുറച്ചും കൂടെ നേരത്തെ വെള്ളക്കെട്ടിന് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നേരത്തെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്.